നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 മാനന്തവാടി ടൗൺ. ഓക്കെ, ഇത് വൺ വേ ആണ്. നമ്മുടെ മൈസൂർ റോഡ്. ഓക്കെ, കർണാടകത്തിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ മൈസൂർ മാത്രമല്ല, കൊടുകിലേക്കും പോവാം, മൈസൂരിലേക്കും പോവാം. ആ ഒരു റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് അങ്ങനെയെങ്കിലും വരാം. ഓക്കെ, വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നാണ് ഈ മാനന്തവാടി. ഈ ഏറ്റവും അവസാനത്തെ ഒരു പട്ടണമാണ്. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കർണാടക ആണ്. കർണാടക അതിര് പങ്കിടും. ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലേക്ക് പോകും, മൈസൂരിലേക്കും പോകാം. അതുപോലെ തന്നെ കൊടക് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് പ്രശസ്തിയുള്ളൊരു സ്ഥലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രം ഒക്കെ മാനന്തവാടിയിൽ നിന്ന് പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, താഴേക്ക് റോഡ്. നേരെ മുന്നോട്ട് കാണണം, ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. എന്നാൽ പോകുന്ന റോഡ്. പക്ഷെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂള്, ലിറ്റിൽ ഫ്ലവർ സ്കൂളൊക്കെ അവിടെ ആണ്. ഈ റോഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഉടനെ വരാം. നമുക്കൊരു റൗണ്ട് പോയാൽ മതി. റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ചളിയും വെള്ളമൊക്കെ കെട്ടി നിൽക്കി കഴിഞ്ഞതിന് മുമ്പ് മാനന്തവാടിയിൽ വന്ന സമയത്ത്. ഇപ്പോൾ ഏതായാലും ഇവിടെ എല്ലാം ഇൻ്റർലോക്കിങ് ചെയ്തിട്ട് കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടുണ്ട്. മുമ്പൊരിക്കൽ വരുന്ന സമയത്ത് ഭയങ്കര കുറച്ച് പരിതാപകരമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ചർച്ചുണ്ട്, എന്താണ് ഇമ്മാക്കുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച്. ചർച്ച് ടാക്സി സ്റ്റാൻഡ് ഭാഗത്തായിട്ട് കുറച്ച് ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഇനി അവിടെ എല്ലാം വികസനം വരും. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ്. അതിന് നല്ല മഴ പെയ്യും. മഴയത്ത് നടന്ന് ഇങ്ങനെ ടൗണൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഇന്നാണ് നല്ല വെയിൽ. ഈ സമയത്ത് ഞാൻ വന്നപ്പോൾ ഇവിടെ ടൗണിൽ കൂടെ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സും ഇവിടെ വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല ഏരിയയാണ്, എല്ലാ ഷോപ്പുകളും ഉണ്ട് ഏരിയയിൽ. ഈ ഏരിയക്ക് പ്രത്യേകിച്ച് പേരുന്നതിലുണ്ടെന്ന് അറിയില്ല. ഷവർമ. ഇവിടെ കോംപ്ലക്സിൻ്റെ ഉൾഭാഗത്തൂടെ ഒക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. കൂൾ ബാർ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ ഈ ഏരിയ കുറച്ച് നല്ല ബിസി ആയിട്ടുള്ള ഏരിയയാണ്. നല്ല ഷോപ്പിംഗ് ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക്.
ഇവിടെ കടകളൊക്കെ കിടക്കുന്ന ഈ ഭാഗത്തേക്കാണ്. ഈ റോഡ് ഇവിടെ ഈ ടൗണിൽ എല്ലാ ചില സ്ഥലങ്ങൾക്ക് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ വന്ന ഈ സ്ഥലം കോഴിക്കോട് റോഡ് എന്നാണ് അറിയപ്പെടുക. കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് കടകളും ഷോപ്പൊക്കെ ഉള്ളത് ഈ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി റോഡ്, മൈസൂർ റോഡ്, പിന്നെ താഴങ്ങാടി റോഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം റോഡിൻ്റെ പേരിലാണ് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് സ്ഥലത്തിനുള്ള പേരുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മാനന്തവാടിക്കാരായിട്ടുള്ള ആളുകൾ എന്തായാലും ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാത്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഏരിയയിൽ. അപ്പോൾ ടൗണിലൂടെ പാസ്സാകുന്ന എല്ലാ ബസ്സും കോഴിക്കോട് റോഡ് ഇങ്ങനെ കറങ്ങിയേ പോവുള്ളൂ. അത് ഇനി തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതായാലും ശരിയില്ല, മൈസൂർ റോഡിലേക്ക് പോകുന്നതായാലും ശരി, അതല്ല ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണെങ്കിലും അല്ല ബസ്സാണെങ്കിലും എല്ലാം ഇതുവഴി ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ഏരിയയാണ്, ഈ ഭാഗങ്ങളാണ് നല്ല ഷോപ്പിംഗ് ഏരിയ. അത് ആ ഭാഗത്തേക്കാണ് കൂടുതലും തോന്നുന്നു. നമ്മൾ വന്ന ഒരു റോഡും കൂടുതൽ ഷോപ്പുകളുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ മാനന്തവാടിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മാനന്തവാടിക്കാരായിട്ടുള്ള ആളുകൾ എഴുതുന്നതായിരിക്കും. അതുകൊണ്ടൊരു കമൻറ്റ് സെക്ഷൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കൂടുതലൊന്നും മാനന്തവാടിനെ കുറിച്ച് വിവരിക്കാനില്ല. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ മാനന്തവാടി സ്വദേശികളായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അവരതിൻ്റെ ഇടയിൽ കമൻറ്റുകളായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ അത് വായിക്കുക എല്ലാവരും. ഈ റോഡിൽ നിന്ന് മുമ്പോട്ട് പോക അതായത് കൽപ്പറ്റ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. ഈ റോഡിലൂടെ ഈ ഭാഗത്തേക്ക് കൂടെ പോക കുറച്ച് റഷ് കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് റോഡ് ഉണ്ടല്ലോ, അതെന്നറിയില്ല. പിന്നെ ഇവിടുത്തെ ജില്ലാ ആശുപത്രി അതൊക്കെ മോൾ ഭാഗത്തേക്കാണുള്ളത്. കുറ്റ്യാടി കൽപ്പറ്റ ഒക്കെ ഈ റൂട്ടാണ് നമ്മൾ പോകുന്ന ഈ റോഡ്. എല്ലാ ഭാഗത്തും ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്, ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷക്കാരൊക്കെ എങ്ങനെ ചാർജ് ചെയ്തൊന്നും അറിയില്ല. മാതൃകാപരമായിട്ടുള്ള ചാർജാണോ കോഴിക്കോടത്തെ പോലെ, അതോ വേറെ വല്ല രീതിയിലാണോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം മാനന്തവാടി വന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ പറയാം. ഫാസ്റ്റ് ഫുഡ് ബിരിയാണി, ചിക്കൻ മന്തി ബിരിയാണി 916. ഇതാണ് താഴങ്ങാടി തോന്നുന്നു. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടല്ലോ, കുടിവെള്ളം ആയിരിക്കും. ഉപയോഗിക്കണതാണോ ഉപയോഗിക്കാത്തതാണോ എന്നറിയില്ല. ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഒരുപാട് ചെറിയ ഗല്ലികളുണ്ട്. ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് പ്ലേസുകൾ, പച്ചക്കറിയൊക്കെ വെക്കുന്ന കട. ഓക്കെ, ഇവിടുന്ന് റോഡ് പോകുന്നുണ്ട് ഈ ജില്ലാ ആശുപത്രിയുടെ അവിടുന്ന് കൊളത്തൂറോ വാളാടോ എന്തൊക്കെയോ സ്ഥലം പറഞ്ഞു, അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ്. അത് മാനന്തവാടി ഇരുമനത്തൂർ യവനാർക്കുളം അങ്ങ് ബോർഡ് ഇട്ടിട്ടുള്ളൊരു ബസ് നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് മെയിൻ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡുകൾ മാത്രമേ അറിയുള്ളൂ. അതായത് കോഴിക്കോട് അല്ലെങ്കിൽ തലശ്ശേരി, മൈസൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡുകൾ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്കത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് അറിയില്ല. അറിയുന്നവർക്ക് അറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, എനിക്കറിയില്ല. ഞാൻ 2021 ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മാനന്തവാടി ടൗണിൽ. അന്നത്തേനും ഇന്നത്തേനും എനിക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നത് കുറച്ച് റോഡുകളൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ കുറച്ച് വിപുലീകരിക്കും, നല്ല വർക്ക് ഇൻറ്റീരിയർ വർക്കും ഇതൊക്കെ ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങളെ കാണുന്നുള്ളൂ. വേറെ കാര്യം വെച്ച്
മാറ്റങ്ങൾ ഇല്ല. പിന്നെ ഈ ഒരു ജംഗ്ഷൻ മുന്നിൽ കാണുന്ന ഈ ജംഗ്ഷനിലൊക്കെ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആ വീഡിയോ കണ്ടാൽ അറിയാം അന്നത്തെ വീഡിയോ. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്, സ്ഥലം മാറ്റി. ഷോപ്പുകളൊക്കെ കുറേ നവീകരിച്ച ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ജംഗ്ഷനാണ്. അതായത് തലശ്ശേരി മൈസൂർ റോഡ് തിരിയുന്ന സ്ഥലം ഒരു ജംഗ്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഗാന്ധി ശിലയൊക്കെ ഉള്ളത് എന്നല്ലേ, ഗാന്ധി ശിലയൊക്കെ അവിടെ ഉള്ളത്. അപ്പം മാനന്തവാടി ടൗൺ ഏകദേശം റൗണ്ട് അടിച്ച് വന്നാൽ തീർന്നു, അത്രയേ ഉള്ളൂ. ചെറിയൊരു ടൗണാണ്. ഓക്കെ, തലശ്ശേരി റോഡ് നമ്മൾ മൈസൂർ റോട്ടോടെ പോയിട്ട് വീണ്ടും അവിടെ വലത്തോട്ട് കയറി നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ റൗണ്ട് അടിച്ച് വന്നു. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ കുറച്ച് വിട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അത് വേറൊരു ഏരിയയാണ്. നമ്മൾ പോയ സ്ഥലമാണ് മാനന്തവാടിയിൽ മെയിൻ സ്ഥലം. ലിറ്റിൽ ഫ്ലവർ ഹോളി ക്രോസ് കോൺവെൻറ്റ് സ്കൂൾ. ഇതിലൂടെ നടന്നതാണ് അവിടെ എത്താൻ. അത്രയും ദൂരം, കുറച്ച് ദൂരം ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ. ചുമ്മാ ഒരു വീഡിയോ, വെറുതെ ഒരു റൗണ്ട് അടി, അത്രേ ഉള്ളൂ. എന്താണെന്നറിയോ, പിന്നെ നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നും കൂടുതൽ പറയാനൊന്നുമില്ല. അതൊക്കെ മാനന്തവാടി സ്വദേശികളായിട്ടുള്ള ആളുകൾ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ മാനന്തവാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമൻറ്റിൽ ഇടും. അപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, നീലഗിരി തേയിലപ്പൊടി ആവശ്യക്കാർ ഉടനെ തന്നെ മെസ്സേജ് അയക്കണം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ, വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഓക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിലുണ്ടാവും. എല്ലാ ആഴ്ച ഒരു പ്രാവശ്യം അയക്കുള്ളൂ. അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലൊക്കെ നേരത്തെ കാലത്ത് തരിക. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലെത്തി. ഓക്കെ, ഇതാണ് ബസ് സ്റ്റാൻഡ്. KSRTC ആൻഡ് പ്രൈവറ്റ് ഓൾ ബസ്സസ് ഇവിടെ ഉണ്ടാവും, എല്ലാ ബസ്സും. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് മാനന്തവാടി. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് അടുത്തുകൂടി കാണാം. ബൈ.